ഗുഡ് മോർണിംഗ് മക്കളെ. നമ്മൾ ഒരു എക്സാമ്പിളാണ് ചെയ്യുന്നത്. പേജ് നമ്പർ 12 ഒരു എക്സാമ്പിളാണ്. ഇതിൽ ഏതൊക്കെ പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമ്മളിത് സിംപ്ലിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ 2/5 ഇൻറ്റു -3/7 -1/4 -3/7 ഇൻറ്റു 3/5. നമുക്കറിയാം, നമ്മൾ ബോട്ട് മാസ് എന്ന് പഠിച്ചിട്ടുണ്ട്. ബ്രാക്കറ്റ് അല്ലേ, ബ്രാക്കറ്റ് ഓഫ് അഡീഷൻ ആദ്യം ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ, അങ്ങനെ ആ ലെവലിൽ ചെയ്തു പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇവിടെ ഇതൊന്നും വരുന്നു, മൾട്ടിപ്ലിക്കേഷൻ വരുന്നു, സബ്ട്രാക്ഷൻ വരുന്നു, എല്ലാം വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ മൾട്ടിപ്ലിക്കേഷന്റെ ഭാഗം മാത്രം ഒരുമിച്ച് ചെയ്യാൻ വേണ്ടി ബ്രാക്കറ്റിൽ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇവരെ ഞാൻ അടുപ്പിച്ചെഴുതാൻ പോയി. ഇങ്ങനെ പലയിടത്ത് കിടന്നതാണ്. 2/5 ഇൻറ്റു -3/7 എന്നും ഇപ്പോഴും നമുക്ക് ബ്രാക്കറ്റ് കൊടുക്കണ്ട കേട്ടോ. അവരൊന്ന് എഴുതിയതിന് ശേഷം ബ്രാക്കറ്റ് കൊടുക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇനി അടുത്ത് തന്നെ എഴുതുക. മൾട്ടിപ്ലിക്കേഷൻ്റെ -3/7 ഇൻറ്റു 3/5 അതിനുശേഷം -1/40. ഇത് കണ്ടിട്ട് ഏതെങ്കിലും പ്രോപ്പർട്ടി തോന്നുന്നുണ്ടോ? ഇങ്ങനെ എഴുതി 2/5 ഇൻറ്റു -3/7 ഇവിടെ കിടന്ന -1/40 ഞാൻ അങ്ങേ അടുത്തേക്ക് മാറ്റി, ഇവരെ ഇങ്ങോട്ടും മാറ്റി. എന്താ മക്കളെ ഇവിടെ ഉപയോഗിച്ച് നമ്മൾ കമ്മ്യൂട്ടേറ്റിവിറ്റി അല്ലേ. നമുക്ക് അപ്പുറത്തിട്ട് ചെയ്താലും ഇപ്പുറത്തിട്ട് ചെയ്താലും എന്താ കമ്മ്യൂട്ടേറ്റിവിറ്റി? A ഇൻറ്റു ബി ചെയ്താലും B ഇൻറ്റു A എന്നൊക്കെ ചെയ്താലും സെയിം ആണ്. അല്ലെങ്കിൽ A+B എന്ന് പറഞ്ഞാലും B+C എന്ന് പറഞ്ഞാലും സെയിം ആണ്. ഇതാണ് നമ്മുടെ കമ്മ്യൂട്ടേറ്റിവിറ്റി. അപ്പൊ നമ്മൾ ഇവിടെ ഉപയോഗിച്ചു കേട്ടോ. നമ്മളൊരു പ്രോബ്ലം ഈസി ആക്കാൻ വേണ്ടിയാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. അവിടെ ഇവിടെ കിടന്ന് ആദ്യം ഇത് മൾട്ടിപ്ലൈ ചെയ്തു, പിന്നെ സബ്ട്രാക്ട് ചെയ്തു, ആദ്യം ഇത് ചെയ്തു, അങ്ങനെ ചെയ്തു കേട്ടോ. നമ്മളത് അറേഞ്ച് ചെയ്ത് വെച്ചു. ഓക്കെ, ഇപ്പൊ അറേഞ്ച് ചെയ്തു. ഇപ്പൊ നമുക്ക് ഇവിടെ ബ്രാക്കറ്റ് എഴുതാൻ നമ്മൾ ഉപയോഗിച്ചത് കമ്മ്യൂട്ടേറ്റിവിറ്റി ആണ്. ഇനി ഇങ്ങനെ കിടന്നാലും നമുക്ക് വലുതാ ഒന്ന് ചെറുതാക്കാമെന്ന് നോക്കിയാൽ അപ്പൊ നോക്കണം എന്തെങ്കിലും കോമൺ ആയിട്ട്. ഇവ രണ്ട് മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഇതിനകത്ത് ആരെങ്കിലും കോമൺ ആയിട്ടുണ്ടോ? ഇതൊക്കെ നമ്മൾ ചിന്തിച്ച് വേണം നമ്മളൊരു പ്രോബ്ലം ചെയ്യാൻ. മനസ്സിലായോ? അതെ, അതാണ് പറയുന്നത് മാത്സ് എല്ലാവരും പാടാണെന്നോ, ഇതിങ്ങനെയാണോ, അതിൻ്റെ ഇടയ്ക്ക് ഇത് ചിന്തിക്കണോ, അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ വരും നമുക്ക് അല്ലേ. അപ്പൊ നമുക്ക് കുറെ പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ അതിനെ പഠിപ്പിച്ച് വെച്ചത്. അപ്പൊ അതെല്ലാം ഉപയോഗിച്ച് ഇതിനെ സിമ്പിൾ ആക്കി പ്രോബ്ലം ചെയ്യും. അപ്പൊ നോക്കിയാൽ ഇവിടെ -3/7 ഇവിടെ -3/7 ഉണ്ട് ഇല്ലേ. അപ്പൊ നമുക്ക് അവരെ എന്ത് എടുക്കാം? ആരെ എടുക്കാം? കോമൺ ആയിട്ട് ആരെ ഇവിടെ എടുക്കാം? -3/7 കോമൺ ആയിട്ട് എടുത്തു. -3/7 കോമൺ ആയിട്ട് എടുത്തു. ഓക്കെ, ഇനി വേണം ബ്രാക്കറ്റ് ഇടാൻ. ഇവിടെ ഇത് ബ്രാക്കറ്റിലായി. ഓക്കെ, ഇവിടെ ഇപ്പൊ ചെറിയൊരു സംശയം ഇവിടെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ഇതിന് ബ്രാക്കറ്റിൽ കൊടുത്തു. ഇത് 2 ഇൻറ്റു പക്ഷേ ഇവിടെ സൈൻ മൈനസ് ആണ്. 3/7 +3/7 ആണ്. ഇവിടെ -3/7 ആണ്. നമുക്ക് വെറുതെ 3/7 ഇവിടെ -3/7 ഇവിടെ 3/7 കിടക്കുമ്പോൾ ഒരുമിച്ച് എടുക്കാൻ പറ്റില്ല. കാരണം രണ്ടുപേരും രണ്ടാ. ഒരാൾ +3/7 ഒരാൾ -3/7. അപ്പൊ നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ രണ്ടുപേരും ഒരുപോലെ ആണെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് ഇവരെ കൂടെ ഒന്ന് പ്ലസ് ആക്കണം. അല്ലെങ്കിൽ തന്നെ നമുക്ക് വേറൊരു കാര്യം പറയാമല്ലോ. നമ്മൾ മൈനസ് വരുമ്പോൾ നമ്മൾ മൈനസ് ചെയ്യാറുണ്ടോ? നമ്മൾ അഡിറ്റീവ് ഇൻവേഴ്സ് ആണ് ചെയ്യുന്നത് അല്ലെ, ഓർക്കുന്നുണ്ടോ? അഡിറ്റീവ് ഇൻവേഴ്സ്. അപ്പൊ നമുക്ക് അതൊന്ന് മാറ്റി എഴുതാവേ. അങ്ങനെ പറയുന്നതായിരിക്കും നിങ്ങൾക്ക് എളുപ്പം. അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെയാണ് മൈനസ് മാറി പ്ലസ് ആകും. അപ്പൊ ഇവരെ എന്താ കൊടുത്താൽ മതി? മൈനസ് കൊടുത്താൽ മതി. അപ്പൊ ഇവരുടെ സൈൻ മാറും. ഇത് +3/7 ആയിരുന്നു, മൈനസ് വരെ മാറ്റേണ്ടത്. ഇത് ഒറ്റ ടേമാണ്. അപ്പൊ ഒരാൾക്ക് കൊടുത്താൽ മതി മൈനസ്. ഇത് അതുപോലെ തന്നെ കിടന്നോട്ടെ, -1/40. മനസ്സിലായ മക്കളെ ഞാൻ എന്തിനാ അങ്ങനെ എഴുതിയത്? കാരണം കോമൺ എടുക്കണമെങ്കിൽ രണ്ടുപേരും ഒരുപോലെ ആയിരിക്കണം. പ്ലസ് ആണ് പ്ലസ്, മൈനസ് ആണ് മൈനസ്, ഒരുപോലെ ആയിരിക്കണം. അല്ലാതെ 3/7 3/7 ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരുപോലെ എടുക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് വെളിയിലെടുക്കുവാണെങ്കിൽ ഇവിടെ -3/7 വേണം വെളിയിലെടുക്കാൻ. അങ്ങനെ വേണമെങ്കിൽ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ മൈനസ് സൈൻ ആയിരുന്നു വന്നത്. അപ്പൊ നമുക്കറിയാം സബ്ട്രാക്ഷൻ നമ്മൾ ചെയ്യാറില്ല, നമ്മൾ അഡിറ്റീവ് ഇൻവേഴ്സ് കഴിഞ്ഞിട്ട് അഡീഷനാണ് ചെയ്യുന്നത് എപ്പോഴും അല്ലേ. അപ്പൊ ഈ മൈനസിനെ മാറ്റി നമ്മൾ എന്ത് ചെയ്തു? അഡിറ്റീവ് ഇൻവേഴ്സ് കാണുവാണ്. അപ്പൊ ഇത് പ്ലസ് ആകും. അപ്പൊ ഇത് മൈനസ് ആയിരുന്നു, അപ്പൊ അത് ഇത് പ്ലസ് ആയിരുന്നു, അത് മൈനസ് ആയി. അപ്പൊ നിങ്ങൾ വിചാരിക്കരുത് 3/5 മൈനസ് കൊടുക്കണം. വേണ്ട, ഇത് ഒറ്റ ടേം ആണ്. ഒരാൾക്ക് മൈനസ് കൊടുത്താൽ മതി, ഫുൾ ടേം ബാധകമാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് ആരെ വെളിയിലെടുക്കാം? -3/7 വെളിയെടുക്കാമല്ലോ. ഓക്കെ, -3/7 വെളിയിലെടുത്തു. ബാക്കി ഇവിടെ ഇനി ആരുണ്ട്? 2/5
സൈൻ ഇവിടെ പ്ലസ്, ഇവിടുന്ന് -3/7 വെളിയിൽ പോയി, ബാക്കി ആരുണ്ട് 3/5 മൈനസ് ഈ 1/14 അവിടെ കിടപ്പുണ്ട്. ഓക്കെ, ഇനി ഇത് ബാക്കി എന്ത് ചെയ്തേ? ഓക്കെ, -3 ഞാൻ മേളിലോട്ട് എഴുതാവേ, ചിലപ്പോൾ കാണാൻ പറ്റിയില്ലെങ്കിലോ, അത് മനസ്സിലായി. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ചു. ഇപ്പം ഇങ്ങനെ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ അത് എന്ത് പ്രോപ്പർട്ടിയാണ്? നമുക്കിവിടെ എഴുതാം, എന്ത് പ്രോപ്പർട്ടിയാണ്? കോമൺ വെളി നമ്മൾ മുമ്പ് പറഞ്ഞ എന്താ? അസോസിയേറ്റിവിറ്റി. അപ്പം അത് എഴുതുക, അസോസിയേറ്റിവിറ്റി പ്രോപ്പർട്ടി ഉപയോഗിച്ചു. ഓക്കെ, ഇനി നമ്മൾ ഇതിനകത്തുനിന്ന് -3/7 വെളിയിൽ കിടക്കുന്നു. ബ്രാക്കറ്റിലുള്ള ചെയ്യാൻ പോകാം. നോക്കിയേ, രണ്ട് ഫ്രാക്ഷൻ ആണ്, 2/5 3/5. ഡിനോമിനേറ്റർ സെയിമാ, അവിടെ ഒന്നും ചെയ്യാനില്ല. ഡിനോമിനേറ്റർ അതുപോലെ എഴുതി, മേളില് +2 +3 രണ്ടും പ്ലസ് ആയിട്ട് രണ്ടും എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. 3 × 5 ഇവിടെ ഇൻറ്റു പറഞ്ഞാൽ ഇൻറ്റു ആണല്ലോ ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ. പിന്നെ ആരും കിടപ്പുണ്ട് -1/40. ഓക്കെ, ഇത് കണ്ടോ? ഇത് തമ്മിൽ ഇൻറ്റു ചെയ്യാം. ഞാൻ ഈ ബ്രാക്കറ്റ് മാറ്റിയിട്ടിരുന്നു, അപ്പം നിങ്ങൾക്ക് ഇച്ചിരി ഈസി ആകും. 5/5 ഓക്കെ, 5/5 5/5 എന്ന് പറഞ്ഞാൽ എന്നാ അർത്ഥം? 5ഉം 5ഉം ക്യാൻസൽ ആയിപ്പോയി. എന്നാ ആൻസർ? 1 അല്ലേ? -1/40. അപ്പം -3/7 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്നാണ്? നമുക്കറിയാം, ഏത് സംഖ്യയും 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സെയിം സംഖ്യ തന്നെ. അപ്പൊ അതിനാ തന്നെ കിട്ടും -3/7 അല്ലേ? ഇത്രയും മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ -3/7. പിന്നെ ആര് കിടപ്പുണ്ട്? -1/40. ഇനി ഇവരെ തമ്മിൽ ആഡ് ചെയ്യണം. കണ്ടോ? ആഡ് ചെയ്യാൻ നമ്മൾ ആഡല്ലല്ലോ, ഇവരെ തമ്മിൽ എന്ത് ചെയ്യണം? സബ്ട്രാക്ഷൻ. നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമോ? ഇല്ല, നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ? അഡീഷൻ ചെയ്തോളൂ. അപ്പോൾ അഡിറ്റ് ഇൻവേഴ്സ് കാണും. അപ്പോൾ ഒന്ന് എഴുതിക്ക്, എങ്ങനെ എഴുതുന്നേ? -3/7 ഇവിടെ തൊട്ട് മാറും, മൈനസ് പ്ലസ് ആകും. ഇത് പ്ലസ് ആയിരുന്നു, അത് -1/14. കണ്ടോ മക്കളെ? ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ്, അഡിറ്റ് ഇൻവേഴ്സ്. ഇനി ഡിനോമിനേറ്റർ സെയിം അല്ല, സെയിം ആക്കണം. നമ്മൾ എന്നാ ചെയ്യും? LCM 7ന്റെയും 14ന്റെയും കൂടെ LCM. ആരുടെ മൾട്ടിപ്പിൾസ് ആണ്? 7ന്റെ മൾട്ടിപ്പിൾസ് ആണ്. ഇവർ രണ്ടോ ഒരേ? ഇനിയുണ്ടോ? ഇല്ല. മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 7 × 1 × 2 എത്രയാണ്? 14. അപ്പൊ പുതിയ ഡിനോമിനേറ്റർ നമുക്ക് കിട്ടി 14. മാറ്റാൻ പോവാ പഴയ ആൾക്കാരെ. ഇവരെത്ര ആയിരുന്നു? ഇവരുടെ മാറ്റാം. 7 7 × 2 ആണ് 14. ആ 2നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. -3 × 2 -6. പ്ലസ് മൈനസ് മൾട്ടിപ്ലൈ, -3 × 2 6. ഇത് മൈനസ് പ്ലസ്, പ്ലസ് മൈനസ് മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ്. ഈ സൈൻ കൊടുക്കുക പ്ലസ്. ഇവിടെ 14 തന്നെയാണ്, ചേഞ്ചസ് ഒന്നുമില്ല. 14നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തല്ലോ? 14 1 കൊണ്ട്. സെയിം ആണ്, ഒരു ചേഞ്ചും ഇല്ല. മേൾ അതുപോലെ തന്നെ എടുത്തെഴുതുക, -1. മനസ്സിലായോ? അല്ല, 14നെ 1 കൊണ്ട് ചെയ്താൽ 14 ആ 1നെ മേളിൽ മൾട്ടിപ്ലൈ ചെയ്തു. 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സെയിം. നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നിങ്ങൾ ചിന്തിക്കേണ്ട. ഇവിടെ 14 തന്നെയാണ്, നമുക്ക് പുതിയതാക്കേണ്ടത് 14 ആണ്. സെയിം ആയിട്ട് ഒരു ചേഞ്ചും ഇല്ല. ന്യൂമറേറ്റർ അതുപോലെ എടുത്തെഴുതി. ഡിനോമിനേറ്റർ 14. ഇനി -6ഉം -1ഉം കൂടെ ആഡ് ചെയ്യാം. രണ്ട് മൈനസ് ആഡ് ചെയ്ത്, സോറി, രണ്ട് മൈനസ് തമ്മിൽ ആഡ് ചെയ്യാൻ വന്നാൽ ആഡ് ചെയ്തിട്ട് മൈനസ് സൈൻ. കണ്ടോ? -7/14. ഓക്കെ, ഇത് രണ്ട് മൾട്ടിപ്പിൾ ആ. 7ന്റെ മൾട്ടിപ്പിൾ 1 × 7 7, 2 × 14. അപ്പൊ എത്ര വരും? മേലിൽ -1/2. ആൻസർ ഈസ് -1/2. ഇച്ചിരി പാടായിട്ട് നിങ്ങൾക്ക് തോന്നും മക്കളെ. ഒന്നുമില്ല, നമ്മളത് അസോസിയേറ്റ് ചെയ്യുന്നു അല്ലേ? കമ്മ്യൂട്ടേറ്റിവിറ്റി പ്രോപ്പർട്ടി ഉപയോഗിക്കുന്നു. അകന്ന് കടന്നവരെയെല്ലാം ഒരുമിച്ച് കൊണ്ടുവന്നു. പിന്നെ അതിനകത്ത് കോമൺ ഉണ്ടെന്ന് കണ്ടപ്പോൾ ഉടനെ അതിനെ വെളിയിലെടുത്ത് അസോസിയേറ്റീവ് ആക്കി. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, സെയിം ആളെ മാത്രമേ നമുക്ക് കോമൺ ആയിട്ട് വെളിയെടുക്കാൻ പറ്റത്തുള്ളൂ. അത് പ്ലസും മൈനസും ആണോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ ചെയ്യാൻ, ഈസി ആയിട്ട് ചെയ്യാം. പാടാണ്, എനിക്കറിയാം. ഒരു പ്രാവശ്യം ചെയ്ത് നോക്കുക, ഒരു പ്രാവശ്യം കണ്ടു നോക്കുക, അല്ലെ 2 പ്രാവശ്യം ഒന്ന് കണ്ടു നോക്കുക. ഒന്ന് ട്രൈ ചെയ്യുക, തന്നെ ചെയ്യാൻ. തെറ്റും, എനിക്കറിയാം. തെറ്റിയ എവിടെ നോക്കുക, പിന്നെ ഒന്നുകൂടെ ചെയ്യുക. അപ്പോഴത്തേക്ക് ശരിയാകും മക്കളെ, നിങ്ങൾ പഠിക്കും. ഓക്കെ, നമുക്ക് കുറേ എക്സസൈസ് കൂടെ ചെയ്യാം, അപ്പോൾ ശരിയായിക്കോളും. ഓക്കെ മക്കളെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണേ. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. താങ്ക് യു.